ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്ന രീതിക്ക് മാവൊന്ന് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 6-7 ടിപ്സ് പറയുന്നുണ്ട്. ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ പൂവ് പോലെയുള്ള ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അരിയും ഉഴുന്നും ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം. അപ്പം ഞാനിതിലേക്ക് അരിയും ഉഴുന്നും ഉലുവയും മാത്രമാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ചോറോ അതുപോലെ തന്നെ ചൗവരിയോ അവലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അരിയും ഉഴുന്നും വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി മാവൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിയും ഉഴുന്നും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്നും അരിയും നോക്കി വേണം എടുക്കാനായിട്ട്. മാസങ്ങളോളം പഴക്കമുള്ള ഉഴുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന അളവാണ്. ഞാൻ 1 കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണോ ഉഴുന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 4 കപ്പ് അളവിൽ അരി വേണം നമ്മൾ എടുക്കാനായിട്ട്. അതായത് 1:4 എന്നുള്ള റേഷ്യോയിൽ വേണം അരിയും ഉഴുന്നും അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 4 കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി റൈസ് ആണ്. അപ്പൊ ഈ ഒരു ഇഡ്ഡലി റൈസും ഉഴുന്നും വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ വാഷ് ചെയ്ത് വേണം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഒരുപാട് സമയം നമ്മൾ അലസി കഴുകേണ്ട ആവശ്യമില്ല. ആ ഒരു ഉഴുന്നിന്റെ പുറത്തുള്ള ഒരു പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടത്തക്ക രീതിയിൽ വേണം ഉഴുന്നും അരിയും ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. ആ ഒരു ഉഴുന്നിന്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ ഒരുപാട് തിരുമ്മി കഴുകിക്കഴിഞ്ഞാലും നമുക്ക് ഉഴുന്ന് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരില്ല. ഇനി നമ്മൾ അരിയും ഉഴുന്നും കഴുകുന്നതിന് മുമ്പായിട്ട് ഈ ഉഴുന്നിന്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. ഇപ്പൊ ഞാൻ അരിയും ഉഴുന്നും നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ അരിയും ഉഴുന്നും ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരിയും ഉഴുന്നും ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അരിയും ഉഴുന്നും ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ, മുങ്ങി നിന്നതിന് ശേഷം ഒരു ഇഞ്ച് ലെങ്തിൽ വെള്ളം വരത്തക്ക രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, നമ്മളിത് ഒരുപാട് സമയം കുതിർക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മുതൽ 3 മണിക്കൂർ വരേക്ക് മാത്രം ഇതൊന്ന് കുതിർത്ത് എടുത്താൽ മതിയാവും. ഒരുപാട് സമയം കുതിർത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ഒരു 2.5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഗ്രൈൻഡറിലാണ് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് ഇനി 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഉഴുന്ന് നമ്മൾ ആദ്യമേ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് പാടില്ല. ഉഴുന്നിൽ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ഈ ഉഴുന്ന് മാത്രം നമുക്ക് ആദ്യം ഗ്രൈൻഡറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഉഴുന്ന് മാത്രം നമുക്ക് ആദ്യം ഗ്രൈൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നിന്ന് 2-3 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് 2-3 സ്പൂൺ അളവിൽ വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രൈൻഡറിന്റെ സൈഡിൽ നിന്നൊക്കെ ഉഴുന്നൊന്ന്
ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്ന് മുഴുവനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ മാവ് കോരിയെടുക്കുന്ന സമയത്ത് ഉഴുന്ന് അരയാതെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കി വിട്ടു കൊടുത്തിട്ട് വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റോളം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തതുപോലെ തന്നെ 2-3 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഒരു 20 മിനിറ്റ് വരേക്കും ഒരു 5 മിനിറ്റ് ഇടവിട്ട് 2-3 സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഉഴുന്ന് നല്ല പത പോലെ ഒന്ന് അരഞ്ഞു കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഒന്ന് അരഞ്ഞു കിട്ടും. ഇപ്പൊ ഞാനൊരു 20 മിനിറ്റോളം ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ സോപ്പ് ഒന്ന് പതച്ചതിന് ശേഷം കയ്യിൽ ആ ഒരു സോപ്പ് പത എടുത്തു കഴിയുമ്പോഴത്തേക്കും എത്ര സോഫ്റ്റ് ആയിട്ടാണോ എത്ര ഫ്ലഫി ആയിട്ടാണോ ഇരിക്കുന്നത് ആ ഒരു രീതിക്ക് നമുക്ക് ഉഴുന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഇഡ്ലി മാവിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയിൽ വെള്ളം ചേർത്താണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഉഴുന്നൊന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഗ്രൈൻഡറിലേക്ക് നമുക്ക് അരി കൂടെ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഉഴുന്ന് ചേർത്ത് കൊടുത്തതുപോലെ തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരിയിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് അരി നമ്മൾ ഇതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരി കുതിർക്കുമ്പോഴേ അരി ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുത്ത് അത്രയും സമയം നമ്മൾ അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അരി ഒന്ന് അരഞ്ഞു കിട്ടിക്കോളും. അതുപോലെ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഫൈനായിട്ട് അരി അരച്ചെടുക്കാനായിട്ട് പാടില്ല. കയ്യിലൊന്ന് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തരിതരിപ്പായിട്ട് ഒന്ന് തോന്നണം. അതുപോലെ വേണം ഒന്ന് അരി ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അതായത് നമ്മളിങ്ങനെ തൊട്ടു നോക്കുമ്പോഴത്തേക്കും ചെറിയ തരികളോട് കൂടിയിട്ട് വേണം അരി ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. നമ്മൾ റവയൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണോ ഒരു ചെറിയൊരു തരിതരിപ്പുള്ളത് ആ ഒരു രീതിക്ക് വേണം ഇഡ്ലി മാവിന് വേണ്ടിയിട്ടുള്ള അരിയും ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ അരിയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി നമ്മൾ ഉഴുന്ന് ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അരിയും ഉഴുന്നും ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ നമ്മൾ അരി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഉഴുന്ന് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരണം. ഈ ഒരു രീതിക്ക് വേണം ഉഴുന്നും അരിയും ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം ഇത് മിക്സ് ചെയ്യുമ്പോഴാണ്. നമ്മൾ സ്പൂണോ തവിയോ വെച്ചിട്ടൊന്നും ഇത് മിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൈ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കൈ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ കുറേശ്ശെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് ഇളക്കിയൊന്നും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇതുപോലെ ഒന്ന് പതിയെ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പം അരിയും ഉഴുന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ഇഡ്ലി മാവ് കിട്ടുന്നത്. ഈ ഒരു രീതിക്ക് വേണം മാവ് ഒന്ന് ഇരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഇഡ്ലി മാവിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിനേക്കാളും വെള്ളം കൂടി പോവാനും പാടില്ല, ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. ഈ ഒരു രീതിക്ക് വേണം അരി ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരിയും ഉഴുന്നും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അല്പം വെള്ളം വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ച് പുളിക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഉച്ച സമയത്താണ് ഇതൊന്ന് അരച്ച് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇത് എത്രത്തോളം പുളിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും നമുക്ക് അരിയും ഉഴുന്നും പുളിക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചപ്പം പകുതിയോളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുളിച്ച് ഡബിൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ പത പോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു മാവ് കാണുമ്പോഴേ മനസ്സിലാക്കാം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം ഇത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണ്. നമ്മൾ ഒരുപാട് കുത്തിക്കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ഒന്ന് പതിയെ വേണം
മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഒഴിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാവ് പൊങ്ങി പുറത്തോട്ട് കളയത്തക്ക രീതിയിലുള്ള പാത്രത്തിൽ നമ്മൾ ഒരിക്കലും അരച്ച് വെക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൊങ്ങി പുറത്തോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളയുന്ന ആ ഒരു മാവ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല ഹാർഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം പൊങ്ങി വരുന്ന സമയത്ത് മാക്സിമം ഉഴുന്നായിരിക്കും പൊങ്ങി വരുന്നത്. ആ ഉഴുന്ന് മൊത്തം പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിയായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുളിക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്കും പുളിച്ച് പൊങ്ങി പുറത്തോട്ട് കളയാത്ത രീതിക്കുള്ള പാത്രത്തിൽ വേണം പുളിക്കാനായിട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മഴ സമയത്തൊക്കെ പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ റൈസ് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗവിനടുത്തോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് കൊണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ പുളിച്ച് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് കുത്തിക്കുഴച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ കുഴച്ചെടുത്ത പോലെ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 6 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ ഇഡ്ഡലി ഒരുപാട് സമയം കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ഇഡ്ഡലി ഹാർഡായി പോവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ 7 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇഡ്ഡലിയുടെ മുകളിലൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊരല്പം ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഇഡ്ഡലി തട്ടിന്ന് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ഇളക്കി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ചൊന്ന് ഷാർപ്പായിട്ടുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കി എടുക്കാനും പറ്റും. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ ഇഡ്ഡലി മാവൊന്ന് അരച്ച് ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ല പഞ്ഞി പോലെ നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.